എൻ്റെ ദേവിയോടൊപ്പം എൻ്റെ കുടുംബദേവതയെ കാണാൻ വന്നിട്ട് കാലം എത്രയല്ലേ. ജേട്ടൻ പണ്ട് ക്ഷേത്രകാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ലാത്ത ആളായിരുന്നല്ലോ. അക്കാലത്തുനിന്നല്ല, എക്കാലത്തും അന്ധവിശ്വാസമില്ല, വിശ്വാസമുണ്ട്. പക്ഷേ ദേവി ക്ഷേത്രത്തിൽ തൊഴാൻ വരുമ്പോൾ ഞാൻ കൂടെ വരാറുണ്ടായിരുന്നല്ലോ. അത് ദേവിയോടൊപ്പം യാത്ര ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ആ നല്ല നാളുകളൊക്കെ അസ്തമിച്ചു എന്ന് കരുതിയതാ. പക്ഷേ ദൈവം എൻ്റെ മേൽ കനിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. പണ്ട് ദേവിയെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിലേക്ക് വിട്ടിട്ട് ഞാൻ അവിടെയാ കാത്തു നിൽക്കാറുള്ളത്, ദേവി തിരികെ വരുന്നത് വരെ. ഉമാമഹേശ്വര പൂജ നടക്കുന്നുണ്ട് വീട്ടിൽ. അതിനു മുമ്പായിട്ട് നടത്തുന്ന വിഘ്നേശ്വര പൂജ നടത്താൻ വന്നതാ. നാളികേരം വേണം. അതിനെന്താ തരാലോ. നിങ്ങൾക്ക് എത്ര നാളികേരം വേണം? ജയറാമിനെയും നന്ദിനിക്കുട്ടിയെ ഒരുമിച്ച് കണ്ടിട്ട് കുറെ കാലമായല്ലോ. അറിഞ്ഞിരിക്കുമല്ലോ എന്റെ വിശേഷങ്ങൾ. അതൊന്നും സാരമില്ലെന്നേ. കഷ്ടകാലം ആർക്കും വരും. ഭഗവാനും ഉണ്ടായിരുന്നല്ലോ കഷ്ടകാലം. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോ, ഒക്കെ മാറിപ്പോവും. ശിവ ശിവ, രണ്ടാളും ഒരുമിച്ച് തൊഴാൻ വന്നിട്ട് നാളെത്രയായി? വിഘ്നേശ്വര പ്രീതിക്കായിട്ട് പൂജ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇതിലേക്ക് വച്ചോളൂ. ഈ നാളികേരം പൂജിച്ച് ക്ഷേത്രത്തിൽ 3 വട്ടം പ്രദക്ഷിണം വയ്ക്കണം. പ്രദക്ഷിണം കഴിയുമ്പോ ഈ 3 നാളികേരവും ഗണപതിയുടെ നടയിലടിക്കണം. ശരി തിരുമേനി. ഇതിൽ കറുകയില്ലല്ലോ. കറുക വേണോ? അറിയില്ലായിരുന്നു തിരുമേനി. വിനായകനല്ലേ, കറുക നിവേദ്യം വലിയ ഇഷ്ടമാ. ആ കടയിൽ കറുകയുണ്ട്. അവിടെ നിന്ന് കറുകമാലയും കൂവളമാലയും കൂടി വാങ്ങിച്ചോളൂ. ദേവി, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരാം. പൂജയും പ്രാർത്ഥനയും നടക്കട്ടെ. ഓ, മൂപ്പരുടെ കേസൊക്കെ കഴിഞ്ഞു നന്ദിനി. ദേവിയോട് പ്രാർത്ഥിക്കൂ, എല്ലാം നേരെയാകാൻ. എന്റെ ദേവി, മഹാമായേ, അമ്മേ, പൂജകളെല്ലാം ഭംഗിയായി നടക്കണേ. കുടുംബത്തില് സമാധാനം ഉണ്ടാവണേ. കാർത്തിയുടെ മനസ്സൊന്ന് മാറ്റിത്തരണേ ദേവി. ഇത്ര പെട്ടെന്ന് ഈ കട അടച്ചോ? അമ്പലത്തിലേക്ക് കയറുമ്പോ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇനി കറുകമാലയ്ക്കും കൂവളമാലയ്ക്കും എവിടെ പോവും? ആ, തിരുമേനിയോട് ചോദിക്കാം. അത് നിർബന്ധമാണെങ്കിൽ അങ്ങ് ടൗണിൽ പോയി മേടിക്കാം. എന്താണത്? ആരോ ഞെരുങ്ങുന്നതാണല്ലോ. അയ്യോ, എന്തു പറ്റി? ആരത് ചെയ്തത്? ആരാതറിയില്ല. സാറും നന്ദിനിക്കുട്ടിയും കൂടി ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയി കഴിഞ്ഞപ്പോ ചിലർ കടയിലേക്ക് കയറി വന്നു. എന്നെ ബലമായി കെട്ടിയിട്ടു. ഗുണ്ടകളാ അവര്. ഞാനറിയാതെ അവര് നേരത്തെ വന്ന് നാളികേരത്തിൽ എന്തോ ചെയ്തു വെച്ചെന്ന് സംശയമുണ്ട്. ദേവി,
ഒരു പ്രദക്ഷിണം കഴിഞ്ഞു. നാളികേരം ഒരെണ്ണം തലയിൽ ഒഴിഞ്ഞടിച്ചുള്ളൂ. പ്രദക്ഷിണം തുടർന്നോളൂ. രണ്ടാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞു. പഴയതുപോലെ നാളികേരം തലയിൽ ഒഴിഞ്ഞ് അടിച്ചോളൂ. ഇനി പ്രാർത്ഥിച്ച് വലം വെച്ചോളൂ. മൂന്നാമത്തെ പ്രദക്ഷിണവും കഴിഞ്ഞു. സർവ്വവിഘ്നങ്ങളും തീരാൻ ജഗന്നാഥനോട് പ്രാർത്ഥിച്ച് നാളികേരമുടച്ചൊള്ളൂ. നന്ദിനി, ആ നാളികേരം എരിഞ്ഞുടക്കരുത്, അത് പൊട്ടിത്തെറിക്കും. നന്ദിനി, നോ, അത് എറിയരുത്, അത് ബോംബാണ്. അയ്യോ ചേട്ടാ, എന്തെങ്കിലും പറ്റിയോ? ചേട്ടാ, എന്റെ ദേവിയെ ദൈവം രക്ഷിച്ചു. ഇതെന്തു പറ്റി മോന ജയറാമാ? നിനക്കെന്തു പറ്റി? എന്താടാ പറ്റിയത്? പറയേ. ഇന്ദ്രജയുടെ ഓപ്പറേഷൻ ഒന്ന് പാളിയെന്ന് തോന്നുന്നു.
ചക്കന് വെച്ചത് കൊക്കിന് കൊണ്ടു, ഇവക്കിട്ട് വെച്ചത് ഇങ്ങർക്കിട്ട് കൊണ്ടു. എന്താ പറ്റിയെന്ന് പറയേ. അമ്പലത്തിൽ വെച്ച് ഒരു അപകടം ഉണ്ടായത് അച്ഛ. അത് ദേവി ഇല്ലാതാക്കാൻ വേണ്ടി ആരോ ചെയ്തതാ. നന്ദിനിയെ ഇല്ലാതാക്കാനോ? ആരാ ആരാ ഇത് ചെയ്തത്? എന്താ ഉണ്ടായത്? അതായത് അയ്യോ, എന്തു പറ്റി? ആരാ ഇത് ചെയ്തത്? ആരാന്നറിയില്ല. സാറും നന്ദിനിക്കുട്ടിയും കൂടി ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിപ്പോയി കഴിഞ്ഞപ്പോ ചിലർ കടയിലേക്ക് കയറി വന്നു. എന്നെ ബലമായി കെട്ടിയിട്ടു. ഗുണ്ടകളാ. ഞാനറിയാതെ അവര് നേരത്തെ വന്ന് നാളികേരത്തിൽ എന്തോ ചെയ്തു വെച്ചെന്ന് സംശയമുണ്ട്. ഇതെന്തോന്നാ, ഹിന്ദി സിനിമയുടെ കഥയോ? ഇതൊക്കെ ചമച്ചുണ്ടാക്കാൻ വലിയ പാടുപെട്ട് കാണുമല്ലോ. ഇതൊക്കെ അമ്മയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇവര് നടത്തുന്ന വെറും നാടകമാച്ച. ബോംബ് പൊട്ടിയ ആരെങ്കിലും ചാകാതെ തിരിച്ചു വരുമോ? ചുമ്മാ ഓരോരോ കള്ളക്കഥകള്. നിന്നെയോ അമ്മയോ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അച്ഛൻ ചോദിച്ചു, മറുപടി പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇവിടെ എങ്ങനെയെങ്കിലും പറ്റിക്കൂടി മറ്റൊരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിലേ ഇതുപോലത്തെ കള്ളക്കഥകൾ മെനിയാലല്ലേ പറ്റൂ. നിർത്തി. പറഞ്ഞു പറഞ്ഞ് എന്തോ ഒന്ന് പറയാവുന്നായോ? നിന്റെ നാവിന് ലൈസൻസ് ഇല്ലെന്ന് കരുതി ഞങ്ങളുടെ മുമ്പിലേക്ക് പ്രസംഗിക്കാൻ വരരുത്. ഞാൻ എന്നേ വരെ നിന്നെ തല്ലിയിട്ടില്ല. പക്ഷേ ഇനി നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. കയറിപ്പൊടിയകത്ത്. തെറ്റുപറ്റിയത് എനിക്കാ. ശാപം കിട്ടിയ നിന്റെ കൂടെ എന്റെ നന്ദിനെ വിടാൻ പാടില്ലായിരുന്നു. കൈമളേട്ടൻ ഇതിൽ ഇടപെടണ്ട. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ അടങ്ങും. പവിത്രവും പരിപാവനവുമാണ് ക്ഷേത്രാങ്കണം. നിന്നെ പോലെ സ്വഭാവ ദൂഷ്യമുള്ള ഒരുത്തെ ആ തിരുമുറ്റത്ത് കാൽ ചവിട്ടിയപ്പോഴേ ദേവി കൊടുവാളെടുത്തു കാണും. അമ്മേ, നീ എന്റെ നന്ദിനിയോടൊപ്പം ചെന്നത് ദേവിക്ക് പോലും ഇഷ്ടമായില്ല എന്നർത്ഥം. രാജലക്ഷ്മി, മതി. കൊടുക്കട്ടെ കൊടുക്കട്ടെ, വയറ് നിറച്ചു കൊടുക്കട്ടെ. ദേവി തന്നൊരു താക്കീതാ ഇത്. നിനക്കുള്ള ശിക്ഷ ഇനി കിട്ടാൻ പോകുന്നതേയുള്ളൂ. ശാപകാലത്ത് എന്റെ വയറ്റിൽ വന്ന് പിറന്ന അസുര സന്തതി. എന്റെ ജീവൻ രക്ഷിച്ച ആളാ ജയേട്ടൻ. ഞാനത് തുറന്നു പറഞ്ഞാൽ വായിങ്ങോട്ട് വരാൻ. മനസ്സറിയുന്നവരുടെ സാന്നിധ്യമാണ് മുറിവുണക്കുന്ന ഏറ്റവും നല്ല ഔഷധം. വിഷമിക്കണ്ട, അച്ഛൻ്റെ ആത്മസാന്നിധ്യം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും.
ആ തടവറയിൽ നിന്ന് താൽക്കാലികമായി ഒന്ന് പുറത്തു ചാടി. അതുകൊണ്ട് എന്റെ അച്ഛന് ഇന്നത്തെ അത്താഴം ഞാൻ തരാന്ന് കരുതി. എനിക്ക് ചെമ്പകമംഗലത്തെ ആഹാരമൊന്നും വേണ്ട മോളെ. അങ്ങനെ ചില ചെറിയ കാര്യങ്ങൾക്ക് എല്ലാം അങ്ങനെ തള്ളി പറയല്ലേ അച്ഛാ. ഈ ചെമ്പകമംഗലത്തെ ആഹാരം കഴിച്ച എന്റെ അച്ഛൻ വളർന്നത്. മുത്തശ്ശി പറഞ്ഞൊന്നും അച്ഛൻ കാര്യമായിട്ട് എടുക്കല്ലേ. മുത്തശ്ശി ഒരു സ്നേഹത്തിന്റെ കലവറയാ. അച്ഛനോട് കാണിക്കുന്ന ഈ ദേഷ്യമൊക്കെ എനിക്ക് തോന്നുന്നത് ഒരുതരം അടവാണെന്നാ. എന്റെ അമ്മ എന്നെ സ്നേഹത്തോടെ നോക്കിയിട്ട് എത്ര കാലമായെന്ന് മോക്കറിയാവോ? ആ, അച്ഛന്റെ കയ്യിലിരിപ്പം അത്ര മോശമല്ലായിരുന്നല്ലോ. ആ, വാ ഫുഡ് കഴിക്കാം. എനിക്ക് വേണ്ട. ആ, അങ്ങനെ പറഞ്ഞ പറ്റില്ല, കഴിക്കണം. എനിക്ക് പറ്റില്ല, ഞാൻ കഴിക്കില്ല. എന്താ മാഷ ഇത്? ഈ ആഹാരം ആരാ ഉണ്ടാക്കിയെന്നറിയോ? ഇതാരാ എന്റെ കയ്യിൽ തന്നയച്ചെന്നറിയോ? ആരാ? ഓ, മനസ്സിലായി മനസ്സിലായി. ഇതുണ്ടാക്കിയത് എന്റെ അമ്മ. ഇത് അച്ഛന് നീ തന്നെ കൊണ്ടു കൊടുക്കണമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ തന്നയച്ചതും അമ്മയാ. ശ്രീമതി നന്ദിനി. അച്ഛൻ ദേവി എന്ന് വിളിക്കുന്ന എന്റെ നന്ദിനി അമ്മ. ഇപ്പൊ എന്ത് പറയുന്നു? ശകലം കഴിക്കുന്നോ? അങ്ങനെയാണെങ്കിൽ ശകലം ആക്കുന്ന എന്തിനാ? മൊത്തം കഴിച്ചേക്കല്ലേ? ദേവിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് എത്ര കൊല്ലായെന്നറിയാവോ? എന്നാ വാ. എനിക്കും ഇതൊരു ഭാഗ്യ ദിവസവും പുണ്യ ദിവസവും ഒക്കെയാ. എന്റെ അച്ഛൻ എനിക്ക് വാരിത്തരാലോ. ജീവിതത്തിൽ ആദ്യമായി കൈക്ക് പരിക്ക് പറ്റിയതിന് സന്തോഷിക്കാൻ ഞാൻ. അതെന്താ അച്ഛാ? എന്റെ പൊന്നുമോള് അച്ഛന് ആഹാരം വാരി തന്നുകൊണ്ട്. അച്ഛന്റെ കൈക്ക് പരിക്ക് പറ്റിയതില് ഞാനും സന്തോഷിക്കുക. കാരണം അച്ഛൻ എനിക്ക് വാരിത്തരാനും പറ്റിയല്ലോ. ഇനിയെന്താ? അയ്യോ, തീർന്നു പോയല്ലോ. ഇത് ദേവി കഴുകിയ പാത്ര. ഇതും കൂടി കടിച്ചു പൊട്ടിച്ച് കഴിക്കുന്നു. ഓടി ഓടും. കഴിക്കില്ലായിരുന്നു. അമ്മ തന്നു വിട്ടതാണെന്ന് പറഞ്ഞപ്പോ മൊത്തം തട്ടി. ഈ പാത്രം കൂടി വിഴുങ്ങിയനെ. എന്റെ മനസ്സിലെന്താ? എവിടെയോ ഒരു ഓണക്കാറ്റ്.
നന്ദിനി, ആ അമ്മേ. എന്തു പറ്റി നിനക്ക്? ഏ ഒന്നുമില്ല അമ്മേ. വാ, നാളെ പൂജയാ. എല്ലാം ഒരുക്കണം. മനസ്സിൽ അതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. വാ.